സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയും കൂടെ കുര്യച്ചൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഡോറൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പം മാമച്ചായൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വരുന്ന നേരത്തെ അറിയിച്ചുകൊണ്ട് അവർ വീടും പൂട്ടി സ്ഥലം വിട്ടോ എന്നിങ്ങനെ പറയുക. അപ്പോൾ ഗ്രേസമ്മയും പറയാണ് ഇവരൊക്കെ എവിടെ പോയി എന്ന് പറയും. എന്നിട്ട് പിന്നെ അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുര്യച്ചൻ വന്ന് ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. അവരെ കാണുമ്പോഴേ കുര്യച്ചൻ ചിരിച്ചുകൊണ്ട് വന്ന് മാമച്ചനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. മാമച്ചൻ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആരും ഇല്ലയെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ കുര്യച്ചൻ പറയുന്നുണ്ടായിരുന്നു, ആ ഫ്രണ്ടിലെ ഡോർ അങ്ങ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്ത് നടക്കുന്നൊന്നും ഒന്നും അറിയില്ല എന്ന് പറയേ. പിന്നീട് രേവതിക്കുട്ടീനെ കണ്ടപ്പോൾ കുര്യച്ചന് മനസ്സിലായില്ല. അപ്പോൾ ഗ്രേസമ്മേനോട് മാമച്ചനോട് ചോദിക്കുന്നുണ്ട് ഇതാരാന്ന് കേട്ടോ. അപ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ മകളാണോ എന്ന് പറയും കേട്ടോ. ഓ, നിങ്ങളുടെ മകളെ എനിക്ക് അറിയാത്തതാണോ? ഒരു മകളുള്ളത് സൗത്ത് ആഫ്രിക്കയിലോ മറ്റോ അല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാരാ അനിയത്തിയുടെ മകളായിരിക്കും അല്ലേ എന്നൊക്കെ അങ്ങനെ ഗ്രേസമ്മേനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നല്ലാന്നേ ഇവളെ ഞങ്ങൾ ദത്തെടുത്തതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്തായാലും നന്നായി എന്നാണ് കേട്ടോ കുര്യച്ചനും പറയുന്നത്. ഞങ്ങൾക്കും കൂടെ ഒരാളെ ദത്തെടുക്കാൻ ഇങ്ങനെ സംഘടിപ്പിച്ചതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുര്യച്ചന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മക്കളും മരുമക്കളൊക്കെ ഇല്ലേ എന്ന് പറയുമ്പോൾ ആരും അടുത്തില്ലാന്നേ, ഞങ്ങൾ ഒരു കിളവനും ഒരു കിളവിയും മാത്രമേ ഇവിടെയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവരെ അകത്തേക്ക് ക്ഷണിക്കും കേട്ടോ. അപ്പോഴേക്കും കുര്യച്ചൻ്റെ ഭാര്യയും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവരെ അകത്തേക്ക് ഇരുത്തി ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ചായ കുടിക്കുന്ന സമയത്താണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. മാമച്ചൻ കുര്യച്ചനോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊരു അപേക്ഷയായിട്ട് വന്നതാണ് എന്നിട്ട്. അപ്പോൾ കുര്യച്ചൻ ചോദിക്കും, വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന എന്നോട് എന്ത് അപേക്ഷ? അതെനിക്ക് മനസ്സിലായില്ല. പണത്തിൻ്റെ കാര്യമൊന്നുമല്ലല്ലോ, മാമച്ചന് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് ആർക്കും അറിയാത്തേ എന്നിങ്ങനെ കുര്യച്ചൻ പറയുന്ന സമയത്ത് മാമച്ചൻ പറയുന്നുണ്ടായിരുന്നു, കോടികളൊന്നുമില്ല, ആൾക്കാർക്ക് ഇപ്പം എന്താ പറഞ്ഞുകൂടാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ കാര്യം എന്ന് കുര്യച്ചൻ ചോദിക്കുന്ന സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾ ആദ്യം പറയണമെങ്കിൽ ആദ്യം രേവതിക്കുട്ടിയുടെ കഥ പറയണം എന്ന് പറയും കേട്ടോ. ആദ്യം ഇവളുടെ കഥ പറയണം എന്ന് പറയുമ്പോൾ കുര്യച്ചൻ്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു, അതുതന്നെയാണ് ഞങ്ങൾക്കും അറിയേണ്ടത്, അത് പറയുമെന്ന് പറയേ. അങ്ങനെ പിന്നെ ഗ്രേസമ്മ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ബ്രിജിത്ത മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കഴക്കൂട്ടത്ത് ഓർഫനേജ് നടത്തിയിരുന്നത്. പെട്ടെന്ന് ആ മമ്മിക്ക് അസുഖം വന്ന് ഇങ്ങനെ മരണപ്പെടാനിടയായി. പിന്നെ ആ ഓർഫനേജ് നടത്തി കൊണ്ടുപോകാൻ അവർക്ക് പറ്റാതെയായി. അപ്പോൾ ഇവളും ഇവളുടെ ചേച്ചിയൊക്കെ കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവളെ ഞങ്ങൾ കൊണ്ടുവന്നു, ഇവളെ ഞങ്ങൾ വീട്ടുജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, പക്ഷേ ഇവളിപ്പോൾ ഞങ്ങളുടെ മകളാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കുര്യച്ചൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവൾക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ആരും ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഈ അടുത്ത് കിളിമാനൂരിൽ നിന്ന് ഒരാൾ ഇവളെ അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു, അപ്പോഴാണ് അച്ഛനും മുത്തശ്ശനൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞത്, വലിയ പണക്കാരാണ് എന്ന് പറയൂ കേട്ടോ. പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടീൻ്റെ അച്ഛന് ഇങ്ങനെ അമ്മയും കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജോബിച്ചൻ്റെ പോലെ തന്നെയാണ് ഇവളുടെ അച്ഛനാണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീനെയാണ് കല്യാണം കഴിച്ചത്. പിന്നീട് അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് അവർക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാതെ ആയപ്പോൾ പിന്നെ അച്ഛനാണെങ്കിലും തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ വേറെ കല്യാണം കഴിക്കണം എന്നുള്ള ആവശ്യം വന്നു. അങ്ങനെ പിന്നെ ആദ്യത്തെ ഭാര്യനെ ഉപേക്ഷിച്ച് രേവതിക്കുട്ടീൻ്റെ അമ്മേനെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നീട് രണ്ടാമത്തെ ഭാര്യയ്ക്ക് കുട്ടികളൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് കുട്ടികളൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ അവകാശികളൊന്നുമില്ല, ഇവൾ മാത്രമേ ഇനിയിപ്പോൾ അവർക്ക് അവകാശിയായിട്ടുള്ളൂ, ഇപ്പോൾ അവർക്ക് ഇവളെ വേണമെന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് മാമച്ചൻ കുര്യച്ചനോട് പറയുന്നുണ്ടായിരുന്നു, ഇവളുടെ അച്ഛനാണെങ്കിൽ ക്യാൻസർ ബാധിച്ച് മരിക്കാൻ കിടക്കുകയായിരുന്നു, പക്ഷേ ഇവളെ കണ്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ കുറഞ്ഞു വരികയാണെന്ന് പറയട്ടെ. അപ്പോൾ കുര്യച്ചൻ പറയുന്നുണ്ടായിരുന്നു, ചില മനുഷ്യരുടെ സാമീപ്യവും ഒക്കെ ഇങ്ങനെ മരുന്നിനേക്കാളും ഇങ്ങനെ ഫലം ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം അച്ഛനും മകളും തമ്മിൽ ഇടയ്ക്ക് വിളിക്കലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കുര്യച്ചൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അങ്ങോട്ട് പോയിരുന്നു അച്ഛനെ കാണാനെന്ന്? ആ 2-3 തവണ പോയി, ഇവളെ കഞ്ഞിയൊക്കെ കോരി കൊടുത്തു അച്ഛനെ എന്ന് പറയൂ കേട്ടോ. എന്തായാലും പിന്നീട് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നീട് അലീനയുടെ കാര്യം പറയണല്ലോ, അത് പറയാനാണല്ലോ വന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ കുര്യച്ചൻ. അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ കഥ പറയാം, ഇവളുടെ ചേച്ചിയുടെ കഥ എന്ന് പറയും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ പാലായിലൊരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് പോയതായിരുന്നു എന്ന് പറയും. അവൾക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാമെന്ന് ഗ്രേസമ്മ പറയും കേട്ടോ. എന്നിട്ട് പറയാണ്, അവളിങ്ങനെ ജോലിക്ക് നിൽക്കുന്ന അവരുടെ വീട്ടിലെ ഹൗസ് ഓണറുടെ മകനെ ഇങ്ങനെ ഒരു പീഡന കേസിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീനേനെയാണ് പീഡിപ്പിച്ചതെന്ന് കുര്യച്ചൻ ചോദിക്കുന്നുണ്ട്. അപ്പം മാമച്ചായൻ പറയും, അതല്ല, അത് വേറെ പെൺകുട്ടിയാണെന്ന് പറയും കേട്ടോ. പക്ഷേ ഇവളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, എന്താ കാര്യം എന്നൊന്നും അറിയില്ല, ചോദ്യം ചെയ്യാനാണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇന്ന് വിടുന്ന ലക്ഷണമൊന്നുമില്ല എന്നും അറിയൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്തിനാ എന്നിങ്ങനെ കുര്യച്ചൻ ചോദിക്കും കേട്ടോ. അപ്പോൾ കുര്യച്ചൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. അപ്പോൾ കുര്യച്ചൻ്റെ ഭാര്യയാണെങ്കിലും കുര്യച്ചനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, നമ്മുടെ ജോബിച്ചായൻ്റെ പെണ്ണ് മീരയുടെ അച്ഛൻ പാലാ DYSP അല്ലേ എന്ന് പറയൂ കേട്ടോ.
അപ്പോഴാണ് കുര്യച്ചൻ മാമച്ചായനോട് പറയുന്നത് ഇങ്ങനെ ഡിവൈഎസ്പിയും ഞാനും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് കുറേ വർഷങ്ങളായില്ലേന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്. കുറേ വർഷങ്ങളൊക്കെ ആയി, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇങ്ങനെ നല്ല രസത്തിലല്ല. മകനും മരുമകളൊക്കെ ആയിട്ട് അവർക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കുട്ടിയൊക്കെ ഉണ്ടായ സമയത്ത് കുട്ടീനെ ചോറൂണിനും 28 കെട്ടിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടീനെ ഇങ്ങനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. മകനെയും മരുമകളെയും വിളിച്ച് ഇങ്ങനെ വിരുന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. പക്ഷേ എന്നോടുള്ളത് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതെന്താ കാര്യം എന്നിങ്ങനെ മാമച്ചായൻ ചോദിക്കുമ്പോൾ അവനെ ഞാനാണല്ലോ ജനിപ്പിച്ചത് അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ കുര്യച്ചൻ്റെ ഭാര്യയാണെങ്കിലും മാമച്ചായനോട് പറയുന്നുണ്ടായിരുന്നു അവരുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കുര്യച്ചനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും അദ്ദേഹത്തിന്. അത് കഴിഞ്ഞ് പിന്നീട് കുര്യച്ചൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ മകനും അവളും കൂടെ എൻ്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് കരഞ്ഞാൽ പിന്നെ ഇങ്ങനെ ജാതി നോക്കി എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയല്ലാതെ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുര്യച്ചനാണെങ്കിലും എൻ്റെ കാലിൽ വീണാണ് രണ്ടുപേരും കൂടെ കരഞ്ഞത്, കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അപ്പോൾ ജാതി മതമൊന്നും നോക്കാൻ പറ്റില്ലല്ലോ എന്നാട്ടോ കുര്യച്ചൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കല്യാണം നടത്തി കൊടുത്തത്. അപ്പോൾ അവരാണെങ്കിൽ അന്ന് ആ സമയത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ രണ്ടുപേരും ഒരേ സെക്ഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്നും കാണുകയും പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ പ്രേമത്തിലായി എന്നൊക്കെ കുര്യച്ചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞതും ഈ ഡിവൈഎസ്പി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് ജോബിച്ചനും ഭാര്യയും കൂടെ അതിരമ്പുഴ ഒരു വാടക വീടെടുത്ത് ഒന്നിച്ച് താമസം തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ അതറിഞ്ഞ സമയത്ത് ഡിവൈഎസ്പി ഒരു വണ്ടി പോലീസുകാരായിട്ട് വന്നിട്ട് ജോബിച്ചനെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, അന്ന് അതൊക്കെ നല്ല വാർത്തയായിരുന്നല്ലോ എന്നിങ്ങനെ മാമച്ചനും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഡിവൈഎസ്പിയും കുര്യച്ചനും തമ്മിലുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന കാര്യം നടക്കില്ല അല്ലേ എന്നിങ്ങനെ ഗ്രേസമ്മ ചോദിക്കുന്ന സമയത്ത് കുര്യച്ചൻ്റെ ഭാര്യയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മീരമോള് പറഞ്ഞാൽ ചിലപ്പോൾ അവളുടെ അച്ഛൻ കേൾക്കുമായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ കുര്യച്ചൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം അവളോട് എന്ന് പറയും കേട്ടോ. അവൾക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഞാനാണല്ലോ അവരുടെ കല്യാണം നടത്തി കൊടുത്തത് എന്നും കൂടെ പറയും കേട്ടോ. എന്നിട്ട് പിന്നെ ജോബിച്ചനെ വിളിക്കും. കുര്യച്ചനാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോബിച്ചനെ വിളിച്ചിട്ട് കുര്യച്ചൻ ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ടൗണിലാണ്, കുട്ടിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ചെറിയ പനി, അപ്പോൾ അതിന് മെഡിസിൻ വാങ്ങിക്കാൻ വന്നതാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, കുട്ടിക്ക് ഇങ്ങനെ പനിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതാണ്, പപ്പയ്ക്ക് അതൊന്നും അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയാത്തതോ, ഞാൻ നിനക്ക് എടുത്ത ഇഞ്ചക്ഷൻ അല്ലേ പിന്നെ നിൻ്റെ മകൻ എടുത്ത് എന്നൊക്കെ പിന്നെ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മുല്ലക്കാനത്തുള്ള ഗ്രേസമ്മേനെ നിനക്കറിയില്ലേ, എൻ്റെ പപ്പായുടെ പെങ്ങളുടെ മകള് എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കറിയാമെന്ന് പറയും. ഗ്രേസമ്മ ആൻറ്റിയുടെ മകനല്ലേ ജിജോ ആക്സിഡൻറ്റിൽ മരിച്ചതെന്ന് പറയാം. നിങ്ങൾ വലിയ കൂട്ടായിരുന്നല്ലോ, എന്തായാലും അവർ ഇവിടെ ഉണ്ട്, ഇപ്പോൾ നീ കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട് വാ, മീരേനെയും കൊച്ചിനെയൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ജോബിച്ചൻ ഇങ്ങനെ അത് മുടക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കുര്യച്ചൻ വിടുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് വാ, അതിരമ്പുഴയെന്ന് ഇങ്ങനെ അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നെ ജോബിച്ചൻ വേറെ വഴിയൊന്നുമില്ല കേട്ടോ. കുര്യച്ചൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കോള് കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ മീരേനോട് പറയുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ. പിന്നീട് സി ഐനെയാണ് കേട്ടോ കാണിക്കുന്നത്. എസ് ഐ സി ഐയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രമേനോൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അവളെ കൊണ്ടുവരാൻ പറയും സി ഐ. അങ്ങനെ വനിതാ കോൺസ്റ്റബിൾ അലീനേനെ അങ്ങോട്ടേക്ക് റൂമിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും പിറകിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സാറിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കടി എന്ന് പറയും കേട്ടോ. അങ്ങനെ അലീന കുറച്ചുകൂടെ മുന്നിലേക്ക് നിൽക്കും. അപ്പോൾ സി ഐ പറയുന്നുണ്ടായിരുന്നു അലീനയോട് അവിടെ ഇരിക്കാൻ പറയും കേട്ടോ. അങ്ങനെ അലീന അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നെ അലീനനെ ചോദ്യം ചെയ്യാണ് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ബാലചന്ദ്രമേനോൻ്റെ വീട്ടിൽ ഇങ്ങനെ ഹോം നേഴ്സായിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുക. പിന്നെ എന്തെല്ലാം ജോലി അവിടെ ചെയ്യുന്നത്, സാധാരണ വീട്ടുജോലി ചെയ്യാറുള്ള പതിവില്ലല്ലോ ഹോം നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സമയം കൂടുതലുള്ളതുകൊണ്ടും വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ ചെയ്യുന്നതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിന്നെ ആരെങ്കിലും നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സി ഐ. പിന്നെ ആരും നിർബന്ധിച്ചതല്ല, എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ചെയ്യുന്നതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്ക് എത്രയാണ് ശമ്പളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 10,000 ആയിരുന്നു, ഇപ്പോൾ കൂട്ടി തന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൂടാതെ നിനക്ക് ടിപ്പോ അങ്ങനെ കൈ അഴിച്ച് എന്തെങ്കിലും സഹായം ആരെങ്കിലും തരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രമേനോനാണോ ഇങ്ങനെ ടിപ്പ് തരാറുള്ളതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല സാറെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് നീയും ബാലചന്ദ്രമേനോനും തമ്മിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ആര് പറയുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ അങ്ങോട്ട് ചോദിക്കുന്നതിന് മാത്രം ഇങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ മതി എന്നാട്ടോ പറയുന്നത്. കുറച്ച് ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് സി ഐ ചോദിക്കുന്നുണ്ടായിരുന്നു നീയും ബാലചന്ദ്രമേനോനും തമ്മിലുള്ള മോശമായിട്ടുള്ള ബന്ധം കാരണം അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയി എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ആര് പിണങ്ങിപ്പോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങി പോയിട്ടൊന്നുമില്ല, ആക്സിഡൻ്റ് ആയിട്ട് ദേവമാതാ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ആണെന്ന് പറയും കേട്ടോ.
പിന്നീട് CI ഇങ്ങനെ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട് എവിടെയാണെന്ന് കേട്ടോ. അപ്പോൾ അലീന പറയും, എനിക്ക് വീടൊന്നുമില്ല, ഞാനൊരു ഓർഫനേജിലാണ് വളർന്നത് എന്ന് പറയേ. അപ്പോൾ നീ അനാഥയാണല്ലേ എന്ന് പറയുമ്പോൾ അനാഥയായിരുന്നു എന്ന് പറയും കേട്ടോ അലീന. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഇപ്പം അങ്ങനെയല്ല, ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഉള്ള ആളുകൾ എന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ അലീന. അപ്പോൾ CI ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു വീട്ടു ജോലിക്കാരിയായി അതുപോലെ അത് അനാഥയായ നിന്നെ അവരെന്തിനാ ഇത്രമാത്രം സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്ന് പറയൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, നിന്നെ ബാലചന്ദ്ര മേനോൻ്റെ മകനും ശിവശങ്കര മേനോൻ്റെ മകനും കൂടെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഇല്ല എന്നാണ് കേട്ടോ അലീന പറയുന്നത്. CI ആണെങ്കിലും പിന്നെ അദ്ദേഹം ഇരുന്നിരുന്ന ചെയർന്ന് എണീറ്റിട്ട് അലീനയുടെ അവിടെ മുന്നിൽ ആ ടേബിളിന് മുന്നിൽ വന്ന് ഇരിക്കും കേട്ടോ. എന്നിട്ട് അലീനയോട് ഇങ്ങനെ പറയും, പോലീസിനോട് കള്ളം പറയുന്നോ എന്നിങ്ങനെ ചോദിക്കേ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഹരിയും രോഹിത്തും സമ്മതിച്ചിട്ടുണ്ടല്ലോ, നിന്നെ അവർ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന ആണെങ്കിലും ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ CIയുടെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രൊമോയിൽ രോഹിത്തിനും ഹരിക്കും എതിരെ ഇങ്ങനെ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ അലീനയോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അലീന എഴുതി കൊടുക്കുന്നില്ല. അലീന എഴുതി കൊടുക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അലീനയ്ക്ക് പരാതിയില്ല, പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതും, അല്ലെങ്കിൽ ഞാൻ എഴുതില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബബിതയാണെങ്കിൽ ആ റൂമിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഒരു കൂസലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.